കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്തൊക്കെയായിരുന്നു സ്വപ്നം കണ്ടത്? സീതാരാമന്മാരെ പോലെ ജീവിക്കും, കീർത്തിമാനായ ആൺകുട്ടി ജനിക്കും, അമരാവതിയിലെ മഹാറാണിയായി വാഴും. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം പോയി. ഞാൻ വഴിയാധാരമായി. മരിച്ചുപോയ ഭാര്യ തിരിച്ചു വന്നു. ഇത്രയും കാലം സുപ്രിയ എവിടെയായിരുന്നു? നാളെ അവളുടെ കൊച്ചുങ്ങളും കൂടെ കയറി വന്ന എല്ലാം പൂർത്തിയായി. ആ ഹിറ്റ്ലർ കള്ളനാ, പേരും കള്ളൻ. അങ്ങനെ വിട്ടുകൊടുക്കില്ല ഞാൻ, നോക്കിക്കോ. ജ്യോതിമാ, എങ്ങോട്ടാ? ഈ ഉള്ളിലെ രോഷവും സങ്കടവും എല്ലാം ദാ ഈ മുഖത്ത് വ്യക്തമായി തെളിഞ്ഞു കാണാം. എന്ത് ചെയ്യണോന്നറിയില്ല, ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. സ്വന്തം ഭർത്താവിന്റെ ആദ്യ ഭാര്യ ഇങ്ങനെ അപ്രതീക്ഷിതമായി തിരിച്ചു വന്നാൽ ജ്യോതിയെന്നല്ല, ആരാണെങ്കിലും ഒന്ന് നിയന്ത്രണം വിട്ടുപോകും. പ്രത്യേകിച്ച് ഭർത്താവിന്റെ മനസ്സ് നിറയും. പഴയ ഭാര്യയെക്കുറിച്ചുള്ള ഓർമ്മകളുള്ള സ്ഥിതിക്ക് കഷ്ടം. DK ചതിച്ചതാവും അല്ലേ ജ്യോതിമ? താനൊന്ന് പോയടോ. തന്റെ സഹതാപം കേൾക്കാനേ ഇപ്പൊ എനിക്ക് നേരമില്ല. ഇനിയിപ്പൊ തന്റെ ഭീഷണി കേൾക്കേണ്ട കാര്യമില്ല. ഞാൻ എല്ലാ സത്യവും DKയോട് പോയി തുറന്നു പറയാൻ പോവാ. താൻ എന്താന്ന് വെച്ചങ്ങ് ചെയ്യും. നിൽക്ക് ജ്യോതിമ, എല്ലാം DKയോട് തുറന്നു പറയാനുള്ള പോക്കാണിതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പിന്നാലെ വന്നത്. എന്തിന്? DKയോട് ഞാനൊന്നും പറയരുത് എന്ന് പറയാനോ? എടോ, താൻ ഇനി എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. അയാളുടെ ആദ്യ ഭാര്യ സുപ്രിയ തിരിച്ചു വന്നല്ലോ, അവളെ പോയി ഭീഷണിപ്പെടുത്തുന്നേ. അപ്പോ ജ്യോതിമ DKയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഉപേക്ഷിക്കണോ സ്വീകരിക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഊനിന്മേൽ കുരു വന്നൊന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ ദാ അനുഭവിക്കുവാ. തന്റെ ഭീഷണി കാരണം ജീവിതം കോഞ്ഞാട്ടയായിട്ടിരിക്കുമ്പോഴാ വേറൊരു തീടെ എഴുന്നള്ളിപ്പ്. വിട്ടുകൊടുക്കില്ല ഞാൻ. എന്റെ ഭർത്താവിനെ ഞാൻ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. DKയുടെ ഭാര്യ ഇപ്പൊ ഞാനാണല്ലോ. ഈ വന്നവള് പെരുങ്കള്ളിയാ, പെരുങ്കള്ളി. അല്ല, ഇതൊക്കെ ഞാൻ തന്നോട് എന്തിനാ പറയുന്നത്? താൻ ഇതിനിടയിൽ വന്നു കയറിയ വേറൊരു മണ്ടൻ. ജ്യോതിമ, എന്റെ ടാർഗറ്റ് DK മാത്രമല്ല, ജ്യോതിയുടെ അച്ഛന്റെ ജീവനും എന്റെ ടാർഗറ്റാ. സുപ്രിയയും DKയും ഒരുമിക്കുന്നത് കാണാനല്ല എല്ലാരും ആഗ്രഹിക്കുന്നത്. DKയും ജ്യോതി ഒരുമിക്കുന്നത് കാണാനാ. കൊള്ളാം, തന്റെ പുകഴ്ത്തൽ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. എന്റെ അച്ഛന്റെ നേരെ എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞ എടാ മോനെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടാ മോനെ, ജ്യോതിയൊക്കെ ടെൻഷൻ അടിച്ചാണ് പോയിരിക്കുന്നത്. അതിനെന്താ? അവളോട് സത്യം പറയണം. അവള് വിശ്വസിച്ചിരിക്കുന്നതേ പതിനിക്കുന്ന സുപ്രിയാണെന്നാ. എന്തിനാ ഇനി ആ പാവത്തിനെ വിഷമിപ്പിക്കുന്നത്? കുറച്ച് വിഷമിക്കട്ടെ. ഞാൻ പറഞ്ഞൊന്നും വിശ്വസിക്കാതെ പോയതല്ലേ. അതിനൊരു ചെറിയ പണിഷ്മെന്റ് അവൾക്ക് വേണം. അതിന് കിട്ടിയ ഏറ്റവും നല്ല ചാൻസാ ഇത്. തൽക്കാലം ഈ കളി ഇങ്ങനെ തന്നെ പോട്ടെ. പറയാൻ സമയമാവുമ്പോ ഞാൻ പറയാം. അതുവരെ അമ്മ ഇക്കാര്യം പറയണ്ട. എന്നാലും എടാ, അവള് നിന്റെ വൈഫാ. അത് നീ മറക്കരുത്. അതുകൊണ്ട് അവള് കാണിക്കുന്ന മണ്ടത്തരത്തിനെല്ലാം ഞാൻ കൂട്ടുനിൽക്കണോ? അമ്മ നേരത്തെ പറഞ്ഞില്ലേ, അഹങ്കാരത്തിന്റെ കൊമ്പ്. അവളുടെ ഉള്ളിൽ നിന്ന് അത് ഒടിച്ചു കളഞ്ഞേ പറ്റൂ. അതിന് ഇതിനേക്കാൾ നല്ലൊരു വഴി വേറെയില്ല.
ദാ. ഏയ്, ഹരിപ്രിയ. മോളെ എന്തെങ്കിലും പറ്റിയോ? ഏയ് കുഴപ്പമൊന്നുമില്ല. സ്റ്റെപ്പിൽ കാലൊന്ന് വഴുതി. പരിചയമില്ലാത്ത സ്ഥലമല്ലേ, സൂക്ഷിക്കണ്ടേ? ആഹാ, ഓഹോ, അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ കാത്തിരിക്കായിരുന്നല്ലേ? സോറി ജ്യോതി, സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോ കാല് വഴുതി ഒന്ന് വീണതാ. അപ്പൊ എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചെന്നേ ഉള്ളൂ. സത്യം പറ ഹിറ്റ്ലറെ, ഇവളെ ഇപ്പൊ കൊണ്ടുവന്ന് നിങ്ങളല്ലേ? എന്നെ ഒഴിവാക്കാൻ നിങ്ങൾ മനഃപൂർവ്വം ചെയ്തല്ലേ ഇതൊക്കെ? സ്റ്റോപ്പ് ഇറ്റ്. വൈഫ് ഇരിക്കുന്ന അടുത്ത് വൈഫ് ഇരിക്കാതിരിക്കുമ്പോഴാ അവിടെ മറ്റുള്ളവർ കയറിയിരിക്കുന്നത്. നീ എന്തിനാ എന്റെ സണ്ണിനെ വിട്ടിട്ട് പോയത്? നിന്റെ ഹസ്ബൻഡിനെ വിട്ട് ഈ വീട്ടിൽ നിന്ന് എന്തിനാ നീ ഓടിപ്പോയതെന്ന്? അമ്മേ, ഈ ബേക്കറിക്കാര് പറയുന്നൊന്നും അമ്മ കാര്യാക്കണ്ട. എന്നെ വിശ്വാസമില്ലാതെ പടിയിറങ്ങിപ്പോയി ഇവളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യതയൊന്നും എനിക്കുമില്ല, അമ്മയ്ക്കുമില്ല. സുപ്രിയ, എന്തെങ്കിലും പറ്റിയോ? ഇല്ല ഡി കെ. വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട. അയ്യോ, എന്തിനാ വേണ്ടെന്ന് വെക്കുന്നേ? ഇപ്പൊ എന്റെ ഭർത്താവാന്നൊന്നും നീ നോക്കണ്ട, പൊയ്ക്കോന്നേ. അതിനിപ്പോ നിന്റെ പെർമിഷൻ ഒന്നും ഇവിടെ ആർക്കും ആവശ്യമില്ല. വന്ന കാര്യം എന്താന്ന് വെച്ചാൽ അത് പറഞ്ഞിട്ട് തിരിച്ചു പോകാൻ നോക്ക്. ഓഹോ, അപ്പൊ ഞാൻ ഇവിടുന്ന് പോണം. എന്നെ പറഞ്ഞു വിടാനാ നിങ്ങക്ക് തിടുക്കല്ലേ? എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഒഴിഞ്ഞു തന്നേക്കാന്നേ. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്കണം. എന്താ സംഭവിച്ചെന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. വേണ്ട, അന്ന് പറയാത്ത സത്യങ്ങളൊന്നും എനിക്കിനി കേൾക്കണമെന്നില്ല. എനിക്കതിൽ താല്പര്യമില്ല. അമ്മേ, ഞാൻ ഇറങ്ങുന്നു. സുപ്രിയ, പോയിട്ട് വരാം. അമ്മേ, അമ്മയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം. നോ, ആദ്യം മൈ സൺ. അവൻ നിന്നെ വിശ്വസിക്കട്ടെ, അത് കഴിഞ്ഞിട്ടേ ഞാൻ നിന്നെ വിശ്വസിക്കാം. അമ്മ, അമ്മ പ്ലീസ്. വാ മോളെ, വാ. നിക്കടിയോടെ, എന്താ ഉദ്ദേശം? ഇതെങ്ങോട്ടായി കേറി പോകുന്നത്? ഡി കെ പറയാതെ ഇവിടെ താമസിക്കാൻ പറ്റില്ല. ഇതേ എന്റെ ഭർത്താവിന്റെ വീടാ. ഞാൻ ഇനി ഇവിടെ തന്നെ താമസിക്കും. കളിയിന് ഞാൻ കാണിച്ചു തരാം. എന്താ വായിച്ചി? ജ്യോതി, നീ ഡി കെക്ക് പിന്നാലെ നടന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തരുത്. ഡി കെ ചോദ്യം ചെയ്യാൻ നിനക്കെന്താ അധികാരം? എന്റെ അധികാരവും അവകാശം തീരുമാനിക്കാൻ നിങ്ങളൊക്കെ ആരാ? ഞങ്ങളൊക്കെ ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഞങ്ങൾക്ക് ഈ വീട്ടിൽ ഏറ്റവും വലുത് ഡി കെയുടെ സന്തോഷം. അതില്ലാതാക്കാനായിട്ടാണോ നീ വീണ്ടും വന്നത്? ചിത്രേ, നീ എന്നെ ചോദ്യം ചെയ്യാ? ഓ, സുപ്രിയ വന്നപ്പോ നിങ്ങൾ എന്നെ അന്യായി കാണാൻ തീരുമാനിച്ചോ? അതോ എന്നെ ഒഴിവാക്കാൻ തീരുമാനിച്ചോ? നിന്നെ ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഞങ്ങളല്ല, ഡി കെ തന്നെയാ.
സുപ്രിയാന്റെ തിരിച്ചു വന്നപ്പോഴല്ലേ നിനക്ക് ഡി കെ ഓർമ്മ വന്നത്? അതിനു മുൻപ് ദിവസങ്ങളോളം ഡി കെ അനുഭവിച്ച പ്രയാസവും ബുദ്ധിമുട്ടും എന്താണെന്ന് നിനക്കറിയാവോ? ഇപ്പൊ നീ എന്തിനാടി ഡി കെയുടെ പിറകെ വന്ന് സംഭവിച്ചതൊക്കെ പറയാന്ന് പറയുന്നേ? അതുകൊണ്ട് ഇനി എന്താ കാര്യം? ഡി കെ നീ പറയുന്ന കേക്കില്ല. ഡി കെ എന്റെ ഭർത്താവാ. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ള കാര്യങ്ങൾ എപ്പോ എങ്ങനെ പറയണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിപ്പോ എന്റെ ഭർത്താവിന് ശല്യാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാ, അല്ലാതെ നിങ്ങളാരും അല്ല. ഡി കെ നിന്റെ ഭർത്താവ് മാത്രമല്ല, ഞങ്ങളുടെ അമ്മായേശനും കൂടിയാ. ആ കല്യാണം തന്നെ എങ്ങനെയാ നടന്നെന്ന് നീ മറന്നു പോകരുത്. വഴിയെ പോയവൾക്ക് ബമ്പർ അടിച്ചതുപോലെയാ നിനക്ക് ഡി കെ കിട്ടിയത്. ദുഷ്ടനായിരുന്നെങ്കിലും എന്റെ സഹോദരൻ കാരണം നീ ഡി കെയുടെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് വന്നത്. വന്ന വഴി മറന്നത് നീയാ ജ്യോതി. ഞങ്ങൾക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, ഡി കെ ഇനി പിന്നാലെ നടന്ന് നീ ശല്യപ്പെടുത്തരുത്. ഡി കെ നിന്നോട് ക്ഷമിക്കുന്നത് വരെ ഞങ്ങൾ നിന്നോട് ക്ഷമിക്കില്ല. നാണം ഉണ്ടെങ്കിൽ നീ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങി പോവാ വേണ്ടത്. ഇതിലും കൂടുതൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഇപ്പൊ സുപ്രിയാന്റെ തിരിച്ചു വന്നതിന്റെ സന്തോഷം ഡി കെക്കുണ്ട്. അത് ഇല്ലാതാക്കാൻ നീ ശ്രമിക്കരുത്. സുപ്രിയ തിരിച്ചു വന്നതിന് ഹിറ്റ്ലർ സന്തോഷിക്കുകയാണോ വേണ്ടത്? പിന്നല്ലാതെ. എന്റെ കാര്യം നിങ്ങൾ ആരെങ്കിലും ഓർത്തോ? നീ പറയുന്നത് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡി കെ നേരത്തെ അവിടെ നിന്ന് നീ പറയുന്നത് മുഴുവൻ കേട്ടേനെ. ഇനി നീ പറയുന്നത് ഒന്നും കേൾക്കാൻ ഡി കെ നിന്ന് തരില്ലാന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ? അല്ലെങ്കിലും ഉടമസ്ഥൻ വരുമ്പോ വാടകക്കാരൻ ഒഴിഞ്ഞു പോണം. ഡി കെയുടെ ജീവിതത്തിൽ കുറച്ചു കാലം വാടകയ്ക്ക് താമസിക്കാൻ വന്നവൾ, അത്രേ ഉള്ളൂ നീ. ഡി കെയുടെ യഥാർത്ഥ ഭാര്യ ഇപ്പൊ തിരിച്ചു വന്നു, നീ ഒഴിഞ്ഞു കൊടുക്കണം. അതല്ലേ ശരി? ഇറങ്ങി പോകുന്നുണ്ടോ ഈ മുറിയിൽ നിന്ന്? ഇറങ്ങി പോവാൻ. ഉടമസ്ഥരും വാടകക്കാരും തമ്മിലുള്ള കരാറും ചട്ടങ്ങളും ഒക്കെ ഞാനും എന്റെ ഭർത്താവും കൂടി അങ്ങ് ചർച്ച ചെയ്ത് തീർത്തോളാം. ഇവിടെ മരുമക്കളുടെ ആവശ്യം തൽക്കാലം ഇല്ല. ഇറങ്ങിപ്പോ. ഇനി ഒരു നിമിഷം കൂടി ഇവിടെ നിന്നാ മൂന്നെണ്ണത്തിന് ചെകിടടിച്ച് പൊട്ടിക്കും ഞാൻ. ഒന്ന് ഇറങ്ങി പോവാൻ. ഞാനെല്ലാം കേട്ടു. നന്നായിട്ടുണ്ട് അഭിനയം. എന്തിനാ ഇങ്ങനെ സ്വയം ശിക്ഷിക്കുന്നത്? ഒരാളിന് ഒരാളാകാനേ കഴിയൂ, രണ്ടായി ജീവിക്കാൻ കഴിയില്ല. വേഷം കെട്ടിയ പിന്നെ അഭിനയിച്ചല്ലേ പറ്റൂ കമലേച്ചി. ഈ 4 ചുവരുകൾക്കുള്ളിൽ സുപ്രിയയായി, ഇതിന് വെളിയിൽ എല്ലാവരുടെ മുന്നിൽ ഹരിപ്രിയയായി. ഈ വേഷപ്പകർച്ച എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് അല്ലേ കമലേച്ചി? ഇതിങ്ങനെ തുടരാൻ തന്നെയാണോ നിന്റെ തീരുമാനം? ഹരിപ്രിയയുടെ വേഷം എനിക്ക് ആടി തീർത്തേ പറ്റൂ, സർക്കസിലെ കോമാളിയെ പോലെ. ഒന്ന് ഓർത്തു നോക്ക് കമലേച്ചി, ഈ ലൈഫ് ഒരു സർക്കസ് തന്നെയല്ലേ? കാഴ്ചക്കാർക്ക് ചിരിക്കണം, സന്തോഷിക്കണം. പക്ഷെ പാവം കോമാളികളോ, മറ്റുള്ളവരെ ചിരിപ്പിക്കുമ്പോഴും ഉള്ളില് കണ്ണീര, ശാപം കിട്ടിയവരാ. എല്ലാം തുറന്നു പറഞ്ഞ് അവസാനിപ്പിച്ചൂടെ നിനക്ക്? ഡി കെ എന്നെങ്കിലും നിന്നെ തിരിച്ചറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യത്തിൽ ഡി കെയുടെ മനസ്സിലിപ്പോ നീയുണ്ടോ? ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം ഡി കെ നിന്നെ മനസ്സിലാക്കിയേനെ. ഇനിയും കാത്തിരിക്കണോ? ആലോചിക്കേ. ഡി കെ ഒരിക്കലും നിന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിലോ? നീ എന്ത് ചെയ്യും? സത്യമാണോ പത്മാവതിയമ്മായി പറയുന്നത്? എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. സത്യം പറഞ്ഞ ഇന്നലെ മുതൽ എന്റെ ഉള്ളിൽ ആന്തലായിരുന്നു. ഇനി ഒരു ആന്തലും വേണ്ട സുധാകരനാരെ. ബി ഹാപ്പി. വന്നത് ഹരിപ്രിയ തന്നെയാ, സുപ്രിയയുടെ ട്വിൻ സിസ്റ്റർ. ഇന്നലെ നിങ്ങളോട് മിണ്ടാതിരുന്നത് അല്പം കടന്നുപോയെന്ന് എനിക്കറിയാം. പക്ഷേ ജ്യോതിയെയും ഡി കെയും
വീണ്ടും ജോയിൻ ലൈഫിൽ എത്തിക്കാൻ വേറെ വഴിയൊന്നും ഇല്ല അഞ്ഞിട്ടാ. പക്ഷേ തൽക്കാലം സുധാരൻ നായര് ഈ കഥ ജ്യോതിയോട് പറയണ്ട കേട്ടോ. എനിക്ക് മനസ്സിലായി പത്മാവതി അമ്മേ. വന്നത് സുപ്രിയയാണെന്ന് കരുതി അവള് DKയിലേക്ക് തന്നെ തിരിച്ചു പൊക്കോളും. അവള് കാണിച്ച എടുത്തിയാട്ടത്തിന് ഈ ശിക്ഷ ഒട്ടും അധികമല്ല. ഈ കഥ ആശാലതിലൊന്ന് പറഞ്ഞേക്കണേ. ശരി ശരി, ആശാലതയോടൊക്കെ ഞാൻ പറഞ്ഞോളാം. ഇല്ല, അവള് പറയില്ല, അത് ഞാൻ ഏറ്റു. ശരി എന്നാ. ഓക്കെ പത്മാവതി അമ്മേ, ഓക്കെ ഓക്കെ. എന്താ ഇത്ര സന്തോഷം? സന്തോഷിക്കാനുള്ള കാര്യം തന്നെ പത്മാവതി അമ്മയെ വിളിച്ചത്. ആ, എന്താ വിശേഷം? ഇപ്പഴാ എന്റെ മനസ്സിൽ ആദ്യം ഒന്നടങ്ങിയത്. ഭഗവാനെ ശ്രീ പത്മനാഭ, നീ രക്ഷിച്ചു. നിങ്ങൾ കാര്യം പറ മനുഷ്യ. എടീ, ആ വന്നതേ സുപ്രിയ അല്ല. സുപ്രിയ അല്ലേ? പിന്നാരാ? അത് ഹരിപ്രിയ. ഹരിപ്രിയയോ? മരിച്ചുപോയ സുപ്രിയയ്ക്ക് ഒരു ഇരട്ട സഹോദരി ഉണ്ടായിരുന്നു, ഹരിപ്രിയ. അമേരിക്കയിലായിരുന്നു ആ ഹരിപ്രിയ ഇപ്പൊ ഈ വന്നിരിക്കുന്നത്. ആണോ? ആ. എന്റെ ദേവി, എന്തൊക്കെ ദുസ്വപ്നങ്ങൾ കണ്ടു ഒറ്റ രാത്രി കൊണ്ട്, എന്തൊക്കെ ചിന്തിച്ചു കൂട്ടി. വന്നത് സുപ്രിയായിരുന്നെങ്കിലേ ജ്യോതി പെരുവഴിയിലായനെ. എടീ, നിനക്കറിയോ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ലെന്ന്. സാധാരണ ഈ മരിച്ചുപോയവര് തിരിച്ചു വരുന്നു കേൾക്കുമ്പോ നാട്ടുകാരും ബന്ധുക്കളും എല്ലാം സന്തോഷിക്കും. പക്ഷേ സുപ്രിയ തിരിച്ചു വന്നെന്ന് കേട്ടപ്പോ ജ്യോതിമോളുടെ കാര്യം ഇരുട്ടിലാവത്തില്ലേ? ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കുമെന്നൊരു പിടിയില്ലാതെ അന്തം വിട്ട് നിന്നപ്പോഴാ പത്മാവതി അമ്മ വിളിച്ച് വിവരം പറയുന്നു. ഇതിൽ പേര് ഒരു സന്തോഷം ഇനി വരാനുണ്ടോ? എന്നാ പിന്നെ ഇത്രയും ടെൻഷൻ എടുപ്പിക്കാതെ ഇന്നലെ തന്നെ അവർക്കത് പറഞ്ഞുകൂടായിരുന്നോ? എന്നാലും എന്തൊരു രൂപസാദൃശ്യോ! അവിടെ ഇരിക്കുന്ന ഫോട്ടോയിലെ അതേ മുഖം, ഒരു മാറ്റവും ഇല്ലല്ലേ? അത് തന്നെയല്ലേ ഞാനും ആലോചിക്കുന്നത്. രണ്ടുപേരും തമ്മിൽ ഒരു മാറ്റവും ഇല്ല. പിന്നെ അവർ ഇന്നലെ തന്നെ ഇക്കാര്യം നമ്മളോട് പറയാതിരുന്നത് ജ്യോതി കാണിച്ചെടുത്ത ഏട്ടത്തിന് ഒരു കുഞ്ഞു ശിക്ഷ കൊടുക്കാൻ വേണ്ടിയാ. തൽക്കാലം അത് സുപ്രിയാണെന്ന് കരുതി അവള് ശരിക്കും ഒന്ന് വിയർക്കട്ടെ. അത് കഴിയുമ്പോ പത്മാവതി അമ്മൻ അവളോട് വിവരം പറഞ്ഞോളൂ. പിന്നെ അതിനിടെ കയറി നീ ഒന്നും പറയാൻ നിക്കണ്ട, മനസ്സിലായ? ഓ, പിന്നെ എനിക്കതല്ലേ ജോലി. ഒന്ന് പോ മനുഷ്യ. നല്ല പുള്ളി. ഹലോ ബേട്ടി, വേറെ അറിയോ? അമ്മേ, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാ. അമേരിക്കയിൽ നിന്ന് വന്ന നിനക്ക് ഇവിടെയൊക്കെ അറിയോ? ഒരു കാര്യം, ഞാൻ ദേവനെ വിളിച്ചു പറയാം, അവൻ വണ്ടി അയക്കുന്നേ. അയ്യോ, അത് വേണ്ടമ്മേ, ഏട്ടനത് ബുദ്ധിമുട്ടാവും. അതെ, ഞാൻ അവനോടൊന്ന് വിളിച്ചു പറയാം. വേണ്ട അമ്മേ, ഞങ്ങളൊരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. അല്ല, നിങ്ങൾ എന്തിനാ പുറത്തു പോകുന്നത്? എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ഏട്ടനോട് പറഞ്ഞാൽ മതി, അവൻ വാങ്ങിച്ചോണ്ട് വരും. അത് പിന്നെ ഞങ്ങൾക്കൊരു ഡോക്ടർ. അല്ല, അത് പിന്നെ കമലേച്ചിക്ക് വല്ലാത്തൊരു തലവേദന, ഒരു ഡോക്ടറെ കാണാനായി പോകുന്നത്. അല്ല, അതിന് ഡോക്ടറെ കാണാൻ പുറത്തു പോയേണ്ട കാര്യം എന്താ? ഒന്ന് വിളിച്ചാ ഡോക്ടർ ഇവിടെ എത്തില്ലേ? അല്ലേ അമ്മേ? കറക്റ്റ്, ഞാനേ ഡോക്ടറെ വിളിക്കാം. അയ്യോ വേണ്ടമ്മേ, അതൊന്നും വേണ്ട, ഞങ്ങൾ വേഗം പോയിട്ട് വന്നോളാം. ടാക്സി വന്നിട്ടുണ്ട്, ഇറങ്ങാം. അമ്മേ, നിങ്ങൾ പോയിട്ട് വരാം. ശരി മോളെ. അതെ, കമലടുത്തേക്ക് തലവേദന തന്നെയാണല്ലോ അല്ലേ? അതെന്നേ. മോളെ, ഒന്നവിടെ നിന്നേ. അതെ, തിരിച്ചു വരുമ്പോഴേ നീ ഏട്ടനെ വിളിച്ചാ മതി, അവൻ കൂട്ടിക്കൊണ്ട് വന്നോളൂ. ഓക്കെ? അതെ, അതിനൊന്നും ഹിറ്റ്ലറിന് സമയം കാണില്ല. ഇന്നാണെങ്കിൽ ഭയങ്കര ബിസിയുവാ. എന്നാ ഒന്ന് എന്നോട് പറഞ്ഞോ? രാവിലെ അങ്ങനെ ആരോടോ ഫോണിൽ സംസാരിക്കുന്ന കേട്ടായിരുന്നു. അതൊന്നും സാരമില്ല, എത്ര തിരക്കുണ്ടെങ്കിലും അവൻ ഇവിടെ കൊണ്ടുവന്നോളൂ. മോൾ അവനെ വിളിച്ചാ മതി കേട്ടോ. ശരി അമ്മേ, ഇറങ്ങട്ടെ. ആ പോക്കിൽ എന്തോ ഒരു വശപിശകുണ്ടല്ലോ. നിന്റെ മനസ്സിനാ വശപിശക്.